എന്താണ് ഇപ്പോൾ ശരിയായ രീതിയാണോ അല്ലെങ്കിൽ തെറ്റായ രീതിയിലുള്ള ഐഡിയോളജി ആണോ എന്നതിനപ്പുറം രാഷ്ട്രത്തിൻ്റെ പരംഭൈവം അല്ലെങ്കിൽ രാഷ്ട്രത്തിന് വേണ്ടി ജീവൻ കുരുതി കൊടുക്കുന്നത്, ജീവൻ രക്തസാക്ഷിത്വം വഹിക്കുന്നത് സ്വർഗം എന്ന് കരുതുന്ന ഒരു ജനതയോട് പോയി, മരിക്കാൻ മടിയില്ലാത്ത ഒരു ജനതയോട് പോയി ഞങ്ങളെങ്ങനെ കൊല്ലും എന്ന് പറഞ്ഞാൽ അവർ പേടിക്കില്ല എന്ന് വിക്രം സൂഡ് പറയുന്നത്. താങ്കൾ നേരത്തെ പറയുന്നത് പോലെ വിജയം അവകാശപ്പെട്ട് ട്രംപിന് പിന്മാറാം. അതിനർത്ഥം മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയ്ക്ക് എല്ലാ കാലത്തേക്കുമുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു. ഇതിനോടകം തന്നെ നഷ്ടപ്പെടുന്നു. കാരണം എന്താണ്? അവർ കാരണം അനുഭവിക്കുന്നു, അവരുടെ പൗരന്മാരെല്ലാം പെട്ടെന്ന് അവിടെ ഇവാക്യുവേറ്റ് ചെയ്യുമെന്ന് പറയുന്നതിൽ ഇതിനോടകം തന്നെ രോഷമുണ്ടാകുന്നു. മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക അപഹാസ്യമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇത്രയും ഇത്രയും ദിവസമായിട്ടും ഇത്രയധികം ടൺ കണക്കിന് സ്ഫോടക വസ്തുക്കൾ അവർ അവിടെ ഇട്ടിട്ടും ഇപ്പോഴും ഇസ്രായേലിലേക്കും ഈ പറയുന്ന സ്ഥലങ്ങളിൽ തിരിച്ചടിക്കുന്നുണ്ടെങ്കിൽ ഇറാൻ വീണ്ടും പുനർനിർമ്മിച്ച് വീണ്ടും ശക്തരാകുന്ന അർത്ഥം. ഇനി ഓപ്ഷൻ 2, ബൂട്ട്സ് ഓൺ ദ ഗ്രൗണ്ട്, കരയുദ്ധം എന്നതാണെങ്കിൽ അമേരിക്കൻ മരണങ്ങൾ, അമേരിക്കൻ സൈനികരുടെ ശവപ്പെട്ടികൾ കൂട്ടത്തോടെ അമേരിക്കയിലേക്ക് ഫുൾ നാറ്റോ സപ്പോർട്ട് ഉണ്ടായി. താലിബാനെ പരാജയപ്പെടുത്താൻ കഴിയാത്തവർ, ശ്രീ നിർമ്മല ബ്രാ പറയുന്ന പോലെ അഫ്ഗാനിസ്ഥാൻ അസ്ഥിത ഉണ്ടാക്കാൻ ശരി, പക്ഷേ താലിബാനെ പരാജയപ്പെടുത്താൻ കഴിയാത്തവർ മലകൾ നിറഞ്ഞ് ഇറാനിലേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ സൂയിസൈഡലാണ്. ഈ ഒരു വേ ഔട്ട് ട്രംപിന്റെ യഥാർത്ഥത്തിൽ ഉണ്ടോ ശ്രീ കേണൽ ദിന്നി? ഞാൻ ആ ക്വസ്റ്റ്യനിലേക്ക് വരാം ശ്രീ ഹാഷ്മി. ബട്ട് എൻ്റെ ജസ്റ്റ് ഒരു പോയിന്റ് ഓഫ് ക്ലാരിഫിക്കേഷൻ, അതായത് ഓയിലിനെ കുറിച്ച് നേരത്തെ എനിക്കൊന്ന് മേരി മാഡവും പറഞ്ഞു, ശ്രീ ഹാഷ്മിയും പറഞ്ഞു. അതായത് നമ്മളെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് വന്നോന്ന് ഇന്ന് PTIയിലേക്ക് ഒരു സീനിയർ ഗവൺമെന്റ് ഒഫീഷ്യലിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതിങ്ങനെയാണ്: ഇന്ത്യ വിൽ ബൈ ഓയിൽ ഫ്രം wherever it is available. Our oil purchases will not be governed by any hollow slogans. India has never depended on permission from any country to buy oil. ഇത് ഇന്നത്തെ ഒരു സീനിയർ ഗവൺമെന്റ് ഒഫീഷ്യൽ PTIയിൽ പറഞ്ഞതാണ്. ഇത് പറയാൻ കാരണം ഈ ഒരു സെക്രട്ടറി അദ്ദേഹത്തിന് അവിടുത്തെ ലോക്കൽ പോളിറ്റിക്സിന്റെ ഭാഗമായിട്ട് അത് എന്താണെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ഈ അലൗ അല്ലെങ്കിൽ പെർമിഷൻ കൊടുക്കുന്നത് ഇന്ത്യക്ക് വാങ്ങിക്കാൻ വേണ്ടിയുള്ള രീതിയല്ല. കാരണം ഇന്ത്യയിലേക്ക് സാങ്ഷൻ ഇട്ടിട്ടേ ഇല്ല. ഇത് കൊടുക്കുന്നത് റഷ്യക്ക് വേണ്ടിയാണ്. റഷ്യയുടെ ആണ് അവർ സാങ്ഷൻസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ അലൗ ചെയ്യുന്നത് വെച്ചാൽ അവരുടെ റൂൾ, ഈ സാങ്ഷൻസ് പ്രകാരം വെസ്റ്റേൺ ബാങ്കിങ്ങിനോ വെസ്റ്റേൺ ഇൻഷുറൻസ് കമ്പനിക്കോ വെസ്റ്റേൺ ഈ ഫ്ലീറ്റ്സിനോ ഇതൊന്നും അവർക്ക് ഇടപെടാൻ പറ്റത്തില്ല. അപ്പൊ ഇപ്രാവശ്യവും US-ന്റെ താല്പര്യപ്രകാരം, കാരണം ഇത്രയും ഓയിൽ, അതും ഈ ഓൾറെഡി ലോഡഡ് ആയിട്ടുള്ള ടാങ്കേഴ്സിലാണ് ഈ ഓയിൽ കിടക്കുന്നത്. ആ ടാങ്കറിന്റെ ഓയിൽ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ലോകത്തിന്റെ ഈ ഓയിൽ പ്രൈസ് ഹൈ ആയി കഴിഞ്ഞാൽ വീണ്ടും കുറെ പ്രഷർ വരും US-ന്. അതിനെ തരാൻ വേണ്ടിയാണ് അവർ റഷ്യന്റെ സാങ്ഷൻസിന് ഈസി ചെയ്തുകൊണ്ട് 30 ദിവസം കൊടുത്തുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന മാർക്കറ്റ്. അല്ല സാർ, ഞാൻ പറയുന്നത് ഈ ട്രഷറി സെക്രട്ടറി മാത്രമല്ല, ഈ ഇൻഡോ അമേരിക്ക ട്രേഡ് കരാറിന്റെ ഭാഗമായി ഇന്ത്യ റഷ്യയിൽ എണ്ണ വാങ്ങില്ല എന്ന് പറഞ്ഞ ആരാ? ട്രംപാ പറഞ്ഞേ. അഥവാ വാങ്ങിയാൽ ഞങ്ങൾക്കൊരു മോണിറ്ററി സംവിധാനമാണ്, ഞങ്ങൾ ഇങ്ങനെ ഒളിച്ചു നോക്കിക്കൊണ്ടിരിക്കും, അവർ വാങ്ങിയാൽ ഞങ്ങൾ കരാറിൽ നിന്ന് പിന്മാറും എന്ന് പറയുന്ന ട്രംപാ പറയുന്നത്. അവരുടെ രേഖാമൂലമുള്ള ഉത്തരവാണ്. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ വന്ന് PTIക്ക് എന്തെങ്കിലും പറഞ്ഞിട്ട് പോകലാണോ വേണ്ടത്? രാജ്യത്തിന്റെ നേതൃത്വം രാജ്യത്തോട് പറയണോ അങ്ങനെ ആ വിരട്ട് കൈവച്ചാൽ മതി എന്നല്ലേ രാജ്യത്തെ നേതൃത്വമല്ലേ പറയണ്ടേ? ഏതോ ഉദ്യോഗസ്ഥൻ PTIയോട് പറഞ്ഞിട്ട് പോകേണ്ട കാര്യമാണോ അത്? നമ്മുടെ പരമാധികാരത്തിന്റെ പ്രശ്നമാണ്, അല്ല പരമാധികാരത്തെ കളിയാക്കലാണ് പറഞ്ഞത്. അതാ പറഞ്ഞത് ചില കാര്യങ്ങൾ ശ്രീ ഹാഷ്മി നമ്മൾ പുറത്ത് പറയാൻ പറ്റും, ചില കാര്യങ്ങൾ ഗവൺമെന്റ് നിന്നുകൊണ്ട് ഗവൺമെന്റിന്റെ കാര്യത്തിൽ ആ രീതിയിൽ പുറത്ത് പറയാൻ പറ്റില്ല. പലതും പറയാൻ പറ്റും, പലതും പറയാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മൾ പറയുന്നതാണോ അതോ നമ്മുടെ പ്രവൃത്തിയാണോ ഇമ്പോർട്ടന്റ്? എന്റെ പ്രവൃത്തി കൊണ്ട് എന്റെ രാജ്യത്തിന് ബെനിഫിറ്റ് വരികയാണ്, ഞാൻ പറഞ്ഞുകൊണ്ട് അത് നഷ്ടമോ വരത്തുള്ളെങ്കിൽ ഞാൻ പ്രവർത്തനമാണ്. ഈ ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞ വ്യക്തി എന്താണെങ്കിലും പറഞ്ഞോട്ടെ. രാവിലെ എണീറ്റിട്ട് പറയാണ് എനിക്കിന്ന് ക്യൂബയിൽ അറ്റാക്ക് ചെയ്യണം, അടുത്ത ദിവസം രാവിലെ എണീച്ചിട്ട് പറയാണ് കാനഡ എന്റെ 51ാം സ്റ്റേറ്റായി മാറട്ടെ, വേറൊരു ദിവസം എണീറ്റ് പറയാണ് ഗ്രീൻലാൻഡ് എനിക്ക് തരൂ. ഇതൊക്കെയാണ് പറയുന്നത്. ഇപ്പൊ ഇങ്ങനത്തെ ഒരാളുടെ എന്താണെങ്കിലും പറയാമല്ലോ. നമ്മുടെ പ്രധാനമന്ത്രി, നമ്മുടെ പ്രിയപ്പെട്ട രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇലക്ഷൻ വർക്കിന് അവിടെ പോയി മൈ ഫ്രണ്ട് ട്രംപ് എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി അങ്ങനെ ഒരാൾക്ക് വേണ്ടി. അത് ഈ ചർച്ചയുടെ വിഷയം അല്ലല്ലോ ശ്രീ ഹാഷ്മി. അല്ല, അതിന് ആ ഒരു വിഷയത്തെ നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ചർച്ച ചെയ്യാം. അത് വേറൊരു ചർച്ച രീതിയാണ്. ഞാൻ പറഞ്ഞു വെച്ചാൽ നമ്മുടെ രാഷ്ട്രത്തിന്റെ താല്പര്യം ഇപ്പൊ എന്താണ്? നമുക്ക് നേരത്തെ മേരി മാഡം പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ ആ രീതിയിലുള്ള ഇത് പ്രശ്നം വരാൻ പാടില്ല. അതല്ലേ നമുക്ക് കഴിഞ്ഞ 4 വർഷമായിട്ട് നമ്മൾ ഇത് മനസ്സിലാക്കുക. ഓയിലിന്റെ ഈ ഒരു എങ്ങനെയാണ് ആ ക്രൈസിസിന്റെ മാനേജ് ചെയ്ത് നോക്കൂ. ഈ റഷ്യ യുക്രൈൻ വാർ തുടങ്ങിയപ്പം നമ്മൾ റഷ്യയിൽ നിന്ന് 2% മാത്രമാണ് നമ്മൾ ഓയിൽ കിട്ടിക്കൊണ്ടിരുന്നത്. അതേസമയം മറ്റുള്ള ഗൾഫ് കൺട്രീസിൽ നിന്നായിരുന്നു കൂടുതലെല്ലാം വന്നുകൊണ്ടിരുന്നത്. ഈ യുദ്ധം വന്ന സമയത്ത് ഇതേപോലത്തെ പ്രോബ്ലം വന്നു. കാരണം യൂറോപ്പ് റഷ്യയിൽ നിന്ന് ഓയിൽ നിർത്തി അവരെല്ലാം മിഡിൽ ഈസ്റ്റിലേക്ക് പോയി. അപ്പം നമുക്ക് പ്രശ്നം പറ്റി ഇവിടെ നമുക്ക് വേണ്ടുള്ള കാര്യം കിട്ടുമോ ഇല്ലെന്ന്. അപ്പം അങ്ങനെയാണ് നമുക്ക് ചീപ്പായിട്ട് ഓൾമോസ്റ്റ് $20-30 പെർ ബാരൽ കുറച്ചുകൊണ്ട് റഷ്യ തരാൻ നമ്മൾ അങ്ങോട്ട് പോയി. അതിന്റെ ഗുണം എന്താണ്? കഴിഞ്ഞ 4 വർഷമായിട്ട് ഡീസലിന്റെ വില
5% മാത്രമാണ് കൂടിയിട്ടുള്ളത്. പെട്രോളിന്റെ വില കുറഞ്ഞിട്ടാണ് 0.6%. കേരളത്തിലെ അവസ്ഥ ഡിഫറെൻ്റ് ആണ്, അതൊക്കെ നമുക്കറിയാം എന്തുകൊണ്ടാണെന്ന്. പക്ഷേ ഓവറോൾ ഇതാണ് പിടിച്ചു നിൽക്കാൻ സാധിച്ചത്. അതുകൊണ്ട് ഈ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് വെച്ചിട്ടല്ല നമ്മളൊരു രാജ്യം പ്രവർത്തിക്കുന്നത്, നമ്മുടെ പ്രവർത്തനം എങ്ങനെയാണ് അതിലാണ് പോകുന്നത്. ഇനി അങ്ങയുടെ ചോദ്യത്തിലേക്ക് നോക്കൂ. ഇവിടെ നേരത്തെ ശ്രീ നിർമ്മൽ അബ്രഹാം പറഞ്ഞ പോലെ അതിനകത്ത് ഫോറിൻ മിനിസ്റ്റർ ഇറാന്റെ പറഞ്ഞ പോലെ വി ആർ വെയിറ്റിംഗ് ഫോർ US. അത് പറഞ്ഞതിന്റെ അഹങ്കാരം കൊണ്ടോ ഒന്നും അല്ല അദ്ദേഹം പറയുന്നത്. കാരണം അത് ഏറ്റവും വലിയ ട്രാപ്പാണ്. US ഈ ഗ്രൗണ്ട് സോൾജേഴ്സിനെ ഇറാനിലേക്ക് വിടുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ, എനിക്ക് തോന്നുന്നു അവരുടെ ഇല്ല വിയറ്റ്നാമിലോ അഫ്ഗാനിസ്ഥാനിലോ ഒക്കെ പോയതിനെക്കാട്ടിയും വലിയ രീതിയിലുള്ള കാഷ്വാലിറ്റീസ് US-നുണ്ടാവും. അതുകൊണ്ട് എൻ്റെ പേഴ്സണലി ഞാൻ വിചാരിക്കുന്ന അത് ആ ഒരു ഫൂളിഷ്നെസ് അല്ലെങ്കിൽ ആ ഒരു വിഡ്ഢിത്തരം അവർ ചെയ്യത്തില്ല. കാരണം അത് ചെയ്തു കഴിഞ്ഞാൽ 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇറാന്റെ ജോഗ്രഫി ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്നതല്ല. അവിടെ മലകളുണ്ട്, അവിടെ കാടുകളുണ്ട്, അവിടെ ഡെസേർട്ടൊക്കെ ഉണ്ട്. ആ ജോഗ്രഫി ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന അവിടെ നിൽക്കുന്ന ആളുകൾക്കാണ്. അപ്പോൾ ഇവരവിടെ ചെന്ന് ലാൻഡ് ചെയ്ത് എത്ര ടെക്നോളജി ഉണ്ടെങ്കിലും അവിടെ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. രണ്ടാമതായിട്ട് ഇറാന്റെ ഈ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ IRGC ഡീസെൻട്രലൈസ്ഡ് ഉള്ള കമാൻഡ്, അവർ മൊത്തത്തിൽ അവിടെ ഡിസ്പേഴ്സ് ആയി നിൽക്കുകയാണ്. അവർക്ക് അവിടെ നല്ല രീതിയിലുള്ള ഗ്രൗണ്ട് നോളജ് ഉണ്ട്, മറ്റുള്ള കാപ്പബിലിറ്റീസ് ഉണ്ട്, അവർക്ക് അത് പിടിച്ചു നിൽക്കാൻ സാധിക്കും. മൂന്നാമതായിട്ടാണ് ശ്രീ ഹാഷ്മി ലാസ്റ്റ് പറഞ്ഞ പോയിന്റ്. ഒരു ജനത, അത് ഏത് രാജ്യമായിക്കോട്ടെ, ആ രാജ്യത്തിന് എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ആ രാജ്യത്തിന്റെ അഗേൻസ്റ്റ് ആയിട്ട് ഒരു ഇഷ്യൂ വരുമ്പം അവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. അതിനകത്ത് ഒരു സംശയമില്ല. ഇറാൻ പോലുള്ള രാജ്യം ഇത്രയും വർഷങ്ങളായിട്ടുള്ള ഒരു സിവിലൈസേഷൻ സ്റ്റേറ്റ്, ആ സിവിലൈസേഷൻ സ്റ്റേറ്റിന്റെ അഗേൻസ്റ്റ് വേറൊരു രാജ്യം വന്ന് ഇതുപോലെ ആക്രമിച്ച് കൊച്ചുകുട്ടികളെയും അവർക്ക് അവരുടേതായ തെറ്റുകളുണ്ട്, ഞാനൊന്നും അതിനകത്ത് പറയുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ, ഒരു യുദ്ധം നടക്കുന്ന ഒരു അവസ്ഥയിൽ US വന്നിട്ട് ബോംബ് ചെയ്യാണ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം നാച്ചുറലി അവരെല്ലാം ഒരുമിച്ച് വരും. അതിനകത്ത് ഒരു സംശയമില്ല. ശ്രീ വിക്രം സൂദ് പറഞ്ഞ പോലെ അവർക്ക് അവരുടെ രാജ്യത്തിന് വേണ്ടി മരിക്കാൻ അവർ തയ്യാറാണ്. അതേസമയം അതേ രീതിയിലുള്ള മോട്ടിവേഷൻ US സോൾജേഴ്സിനുണ്ടോ? അതാണ് കാരണം അവർ ചോദിക്കുന്ന ചോദ്യം. അവർ ലെസ് മോട്ടിവേറ്റഡ് അല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ആ കാരണം എന്താണ്? നിങ്ങൾ എന്തിനു വേണ്ടിയാണ് അവിടെ ഫൈറ്റ് ചെയ്യുന്നുള്ള കാരണം വേണ്ടേ? ഇതേ കാരണമായിരുന്നു വിയറ്റ്നാമിലും ചോദ്യം ചെയ്തത്. ഇതേ കാരണം തന്നെയാണ് അഫ്ഗാനിസ്ഥാൻ. നമ്മൾ എന്തിനു വേണ്ടിയാണ് പോരാടുന്നത്? അല്ലാതെ US-ന് ഡെഫിനറ്റ് ആയിട്ട് ഒരു കാരണമുണ്ട്. അവരെ ഡിഫെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അവരെവിടെയും പോയി ചെയ്യും. നമ്മുടെ ഭാരതത്തിൽ ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൽ നമുക്ക് ക്ലിയർ ആയിരുന്നു നമ്മൾ എന്തിനാണ് ചെയ്യുന്നതെന്ന് നമുക്ക് ക്ലാരിറ്റി ഉണ്ട്. പക്ഷെ ആ ക്ലാരിറ്റി ഇല്ലാതെ വേറൊരു രാജ്യത്തിൽ പോയി മരിക്കാൻ അവർക്ക് പറ്റുമോ ഇല്ലയോ? അതിന്റെ മൊറയിൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഇറാൻകാർ യുദ്ധം ചെയ്യുന്ന അവരുടെ പ്രിയപ്പെട്ട പരമോന്നത നേതാവിന്റെ അവർക്ക് വിയോജിപ്പുണ്ടാകാം, അവർ അദ്ദേഹത്തിനെതിരെ തെരുവിലിറങ്ങിയിട്ടുണ്ടാകാം. പക്ഷേ അദ്ദേഹത്തിന്റെ ചോരയ്ക്ക് പ്രതികാരം ചെയ്യുക എന്ന വൈകാരിക പ്രശ്നമാണ്. അവരുടെ രാജ്യം, അവർ ജനിച്ചു വളർന്ന രാജ്യം, അവരുടെ കുഞ്ഞുങ്ങൾ, അവരുടെ വീട്, അവരുടെ കിടപ്പാടം, അതൊക്കെ ചത്തുപോകാതിരിക്കാനുള്ള യുദ്ധമാണ്. അത് അവസാന യുദ്ധമാണ്. അപ്പോൾ ഒരു വല്ലാത്ത മുറയിൽ വരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.